ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വൈകുന്നേരത്തെ ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട വരഞ്ഞ് പൊരിച്ചത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാൻ അതിനിവിടെ 10 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. അതിനു വേണ്ടി പാത്രത്തിൽ വെള്ളത്തിലിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ഇതാ തിളച്ച് നന്നായിട്ട് വേകാനായിട്ട് വരുന്നുണ്ട്. വല്ലാതെ വേവിച്ച് കട്ടിയാക്കാൻ പാടില്ല, ഒരു ചെറിയ സോഫ്റ്റിൽ വേണം എടുക്കാൻ. അങ്ങനെ നമ്മുടെ കോഴിമുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചൂടാറിയിട്ട് തോടൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയുടെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കാം. വരഞ്ഞെടുക്കുക പറഞ്ഞാൽ നല്ല ഉള്ളിലാക്കി ആക്കരുത്, മുട്ട പൊടിഞ്ഞു പോവും. ഇത് കണ്ടില്ലേ, ഒരു 3-4 വര കൊടുത്താൽ മതി. എല്ലാം നമുക്ക് ഇതേപോലെ വരഞ്ഞെടുക്കാം. ഇപ്പം എല്ലാതും വരഞ്ഞു കഴിഞ്ഞ് കണ്ടില്ലേ. ഈ വരയണത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരയണത് കേട്ടോ. കണ്ട. ഇനി നമുക്ക് മുട്ടയിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുമ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടുക കേട്ടോ. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇടാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഇച്ചിരി കരിവേപ്പില കുനുകുന അരിഞ്ഞത് ഒന്ന് കൈ കൊണ്ട് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് കലക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ മുട്ടകളൊക്കെ ഇതിൽ പിറക്കിയിടാം. നമുക്കിത് ഒക്കെപ്പാടെ ഒന്നിട്ട് കുഴച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മുട്ടയിൽ പിടിച്ച് വരട്ടെ. അങ്ങനെ എല്ലാം മസാല പുരട്ടി കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി ചട്ടിയിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ മസാല മുട്ടയിൽ നിന്ന് വിട്ടുപോകും. ഇനി നമുക്കിതിൽ കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം മുട്ട ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഞാനിപ്പോൾ ഇതിൽ 4 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ സൈഡും പതുക്കെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മസാല മാത്രം വെന്താൽ മതിയേ. നല്ല തീ വെച്ചാൽ മസാല കരിയും. ചെറിയ തീ വെച്ചാൽ നമുക്ക് മുട്ടയിൽ മസാല നല്ല സൂപ്പറായിട്ട് ഒട്ടി വരും. അങ്ങനെ നമ്മുടെ മുട്ട ഒരു സെറ്റ് ആയിട്ടുണ്ട്. പതുക്കെ നമുക്ക് എടുക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ പൊരിച്ചെടുക്കാം. നമ്മുടെ മുട്ട പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.